flavors of India. ജോധ്പൂരിലെ ഓൾഡ് സിറ്റി പരിസരത്താണ് നിൽക്കുന്നത്. ജോധ്പൂരിൽ വന്നു കഴിഞ്ഞാൽ ഈ രാജസ്ഥാനിലെ എല്ലാ ഭാഗങ്ങളെ പോലെ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എവിടെയും പോയാലും ഓൾഡ് സിറ്റി ന്യൂ സിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ഓൾഡ് സിറ്റി ഉണ്ട്, ന്യൂ സിറ്റി ഉണ്ട്. അപ്പോൾ ഓൾഡ് സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ എൻ്റെ പിന്നിൽ കാണുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഓൾഡ് സിറ്റിയിലെ വളരെ പഴക്കമുള്ള മാർക്കറ്റ്. അതിൻ്റെ പേര് സർദാർ മാർക്കറ്റ് എന്നാണ്, സർദാർ മാർക്കറ്റ്. അപ്പോൾ നമ്മളിനി സർദാർ മാർക്കറ്റിലേക്ക് കയറാൻ പോവാണ്. 1912 1912 ആ കാലഘട്ടത്തിൽ 1912 ഇവിടുത്തെ രാജാവായിരുന്ന മഹാരാജ സർദാർ സിംഗ് ആണ് ഈ മാർക്കറ്റ് പണിതത്. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റായിട്ടാണ് വിഭാവന ചെയ്തത്. ഇപ്പോഴും ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്. ഭയങ്കര എന്താ പറയുക, തിരക്കും. ഇത് ഓൾഡ് ജോധ്പൂരിൻ്റെ കാഴ്ചകളല്ലേ നമ്മൾ കാണുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരുപാട് ട്രഡീഷണൽ കാര്യങ്ങൾ കാണാൻ സാധിക്കും. എങ്ങോട്ട് നോക്കിയാലും പശു നടന്ന് വരും, ബൈക്ക് വരും, സ്കൂട്ടർ വരും, ആൾക്കാർ വരും, ഒക്കെ ഉണ്ടാവും. മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം മെഹ്റാൻഗഡ് ഫോർട്ട്. തൊട്ട് മുകളിലായിട്ട് കാരണം ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ ഫോർട്ട് ഏരിയ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക്, മെഹ്റാൻഗഡ് ഫോർട്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കൂ, ക്ലോക്ക് ടവർ. ഇതെല്ലാം ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. ക്ലോക്ക് ടവറിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, സർദാർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. സർദാർ മാർക്കറ്റിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ വളരെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ, നമുക്ക് രാജസ്ഥാനി ആൾക്കാരെ കാണാൻ സാധിക്കും. ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ പേര് ശ്രീ മിശ്രിലാൽ കുട്ടില എന്നാണ്. ഇവരാണ് വേൾഡിലെ എന്താ പറയുക എഴുതി വെച്ച് മാനുഫാക്ചറേഴ്സ് ഓഫ് വേൾഡ് ഫെയിം മഖനിയ ലസ്സിയുടെ ഉപജ്ഞാതാക്കളാണ് ഇവിടുത്തെ. അവർ വേൾഡ് ഫേമസ് ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള പറയാം മഖനിയ ലസ്സിയുടെയും പിന്നെ അതുപോലെ റാബ്രി അപ്പോൾ സ്വീറ്റ്സും ഉണ്ട്. പക്ഷേ റാബ്രിയുടെ കാര്യത്തിലും മഖനിയ ലസ്സിയുടെ കാര്യത്തിലും ഇവർ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇവിടുത്തെ മഖനിയ ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മൾ കണ്ടു നോക്കാം. മഖൻ എന്ന് വെച്ചാൽ ബട്ടർ, മഖനിയ ലസ്സി. അപ്പോൾ ബട്ടറും കൂടി ചേർത്തുണ്ടാക്കുന്ന ലസ്സിയാണ്. ഇവരിവിടെ ഓൾറെഡി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം തൈര്, അതിനകത്ത് സാഫ്രൻ അതായത് കുങ്കുമപ്പൂ, ഏലക്ക, പഞ്ചസാര ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം ഇവിടെ നല്ല ചിൽഡായിട്ടിരിക്കും. അത് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് പിന്നെ ഈ ബട്ടർ സെപ്പറേറ്റ് വെച്ചിട്ട് നല്ല വെണ്ണ ഇത് ദേശി ഉണ്ടാക്കുന്ന വെണ്ണയാണ്. ഓക്കെ, പ്യുവർ ബട്ടർ. അപ്പോൾ അതിൽ തൈര് ഒഴിക്കുന്നു. തൈര് എന്ന് പറഞ്ഞാൽ ഫ്ലേവേർഡാണ്. പിന്നെ കുങ്കുമപ്പൂ ഉണ്ട്, ഏലക്ക ഉണ്ട്, ഷുഗർ ഉണ്ട്. അതിൻ്റെ മേളിലായിട്ട് മക്ക ധാരാളം വെണ്ണ വെച്ച് പ്രോസസ്സിൻ്റെ ഒരു ഭാഗം നേരത്തെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലസ്സി തന്നെ പലരും പല രീതിയിലല്ലേ ചെയ്യുന്നത്. ഇതിങ്ങനെ ബട്ടറും കൂടി ചേർത്ത ലസ്സി നമ്മൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ്. വെരി നൈസ്, വെരി സ്പെഷ്യൽ. വെണ്ണ ഉണ്ടാക്കുന്നതിന് തൈര് കടഞ്ഞാണല്ലോ, തൈര് കടയുമ്പോൾ വെണ്ണ കിട്ടുന്നു, മോരാകും. ഇത് യോഗട്ടിൽ തൈരിൽ കുങ്കുമപ്പൂവും ഏലക്കായും പഞ്ചസാരയും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ട് നല്ല തണുപ്പിച്ച് വെച്ചിട്ട് അതിലേക്ക് വെണ്ണ ഇട്ട് തരുകയാണ് വീണ്ടും. അപ്പോൾ തൈരിൽ നിന്ന് മാറ്റുന്ന വെണ്ണ തിരിച്ച് തൈരിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പ്രത്യേകത. വളരെ ടേസ്റ്റി. ഇത് ഈ ഷോപ്പിൻ്റെ സ്പെഷ്യാലിറ്റി. ജോധ്പൂരിൽ വന്നാൽ
ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, വേൾഡ് ഫേമസ് മഖനിയ ലസ്സി ശ്രീ കൃഷ്ണലാൽ ഹോട്ടൽ, അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. സർദാർ മാർക്കറ്റ്, ഓൾഡ് ജോധ്പൂർ, ആ ഭാഗത്ത് വന്നത്. കുഷ്യൻ കവേഴ്സ് ഉണ്ടാക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് വർക്ക് ചെയ്ത ഇന്ത്യൻ സാരീസ്. അപ്പോൾ സർദാർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ, അത് ഹോൾസെയിൽ മാർക്കറ്റ്. ഓ എൻ്റെ ദൈവമേ, ബൈക്ക് ഇടിച്ച് ഇവിടെ കിടന്നുണ്ടെങ്കിലും സംഭവിക്കാതിരുന്ന ഭാഗ്യം. തൊട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അറിയത്തോലുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ സർദാർ മാർക്കറ്റിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ ഈ കോട്ടയുടെ ഈ സൈഡിലായിട്ടാണ് ഒരു വലിയ ഫേമസ് ഒരു കടയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ചെറിയ കടയാണ്, പക്ഷേ ഭയങ്കര ഫേമസ് ഓംലെറ്റ് ഷോപ്പ്. ഒരു ദിവസം ഒരുപാട് പലതരം ഓംലെറ്റ്സ് വിൽക്കുന്ന കട. പക്ഷേ ഇപ്പോൾ ആ കട ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കി. എന്നിട്ട് അയാൾക്ക് ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടായിരിക്കുകയാണ്. അയാളോട് മത്സരിക്കാൻ മറ്റൊരു ഓംലെറ്റ് കട അത് ഇപ്പുറത്തെ സൈഡിൽ തന്നെ തുടങ്ങി. വിക്കി ചൗഹാൻ ഓംലെറ്റ് ഷോപ്പ്, അത് അയാളുടെ രണ്ടാമത് വന്ന കടയാണ്. മറ്റേ പഴയ ആളുടെ മത്സരിക്കാനായിട്ട് വന്നതാണ്, പഴയ ആളുമായിട്ട് അതവിടെ. അപ്പോൾ നമ്മുടെ പഴയ ആൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആളുടെ ഓംലെറ്റ് ഷോപ്പ് ഈ ഭാഗത്തേക്ക് മാറ്റി. ഇതാണ് ഓൾഡ് ഓംലെറ്റ് ഷോപ്പ്. ഇത് വെൽക്കം ടു ഓംലെറ്റ് ഷോപ്പ്. ദീസ് ആർ ദ ഓണേഴ്സ്. മാൽക്കിൻ സീനിയർ ഓംലെറ്റ് മാൻ. ഓക്കെ ഫാമിലി ബിസിനസ്. സീനിയർ ഓംലെറ്റ് മാനാണ്, ഇത് ജൂനിയറാണ്. ഒരു ഫാമിലി ബിസിനസ്. ഒരു ദിവസം സമ്മർ ടൈം ആണെങ്കിൽ മുട്ട ഒരു 100 മുട്ടയുടെ കച്ചവടം നടക്കും. വിൻ്റർ ടൈം ആണെങ്കിൽ ഒരു 1800-2000 മുട്ടയുടെ ഓംലെറ്റും പുഴുങ്ങിയ മുട്ട, അങ്ങനെ പലതരം കിട്ടും. അവരെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട് പേപ്പറിലൊക്കെ. ഇതല്ലേ കോട്ടയോട് ചേർന്നാണ് ഈ കട ഉണ്ടായിരുന്നത്, ഓംലെറ്റ് ഷോപ്പ്. ഇങ്ങോട്ട് ഇപ്പോഴത്തെ സൈഡിൽ മാറ്റിയത്. ഹൈലി റെക്കമെൻഡഡ് ബൈ ലോൺലി പ്ലാനറ്റ്. ഇത് ജർമ്മൻ ആർട്ടിക്കിളിൽ വന്നാണ്, ജർമ്മൻ മാഗസീനിൽ. ഡൽഹി. ഇത് പോർച്ചുഗീസ് മാഗസീനിൽ വന്നു, ജർമ്മൻ മാഗസീനിൽ വന്നു. എനിക്ക് വയ്യ. പീപ്പിൾ ലൈക്ക് ദം ജോധ്പൂർ ഓംലെറ്റ് മാൻ എന്ന് പറഞ്ഞിട്ട് വീക്കെൻഡ് ന്യൂഡൽഹിയിലൊരു ആർട്ടിക്കിൾ. അപ്പോൾ ഒരുപാട് പറഞ്ഞ് കേട്ടതും ഒരുപാട് എഴുതി ഒരുപാട് വർണ്ണനകൾക്ക് അതീതമായി നിൽക്കുന്ന ആൾക്കാരാണ്. ഒരുപാടൊക്കെ പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായെന്ന് മാത്രം. അപ്പോൾ ഓംലെറ്റ് മാൻ എന്ന് പറയുന്ന പ്രധാന സീനിയർ പേഴ്സൺ രണ്ടാമത്തെ ആൾ, ഫാമിലി ബിസിനസ്. അപ്പോൾ ഇതിനായിട്ട് മത്സരിച്ചാണ് പുതിയൊരു കട തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, പഴയ ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ടാകുമല്ലോ. അപ്പോൾ വാട്ട് ഓൾ യു മേക്ക്? I make many different kinds of choices. Yes. പല ചോയ്സസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലെയിൻ ഓംലെറ്റ്, മസാല ഓംലെറ്റ്, പ്ലെയിൻ ചീസ് ഓംലെറ്റ്, മസാല ചീസ് ഓംലെറ്റ്, പ്ലെയിൻ ബട്ടർ ഓംലെറ്റ്, മസാല ബട്ടർ ഓംലെറ്റ്, സ്വീറ്റ് ഓംലെറ്റ്, ബട്ടർ സ്വീറ്റ് ഓംലെറ്റ്, ആലിബാബ ഓംലെറ്റ്, ഫ്രൈഡ് എഗ്സ്, ഫ്രഞ്ച് ടോസ്റ്റ്, സോൾട്ടഡ്, പ്ലെയിൻ സ്ക്രാമ്പിൾഡ് എഗ്, മസാല സ്ക്രാമ്പിൾഡ്, മസാല സ്പാനിഷ് ചീസ് ഓംലെറ്റ്, പോച്ച്ഡ് എഗ്സ്, മസാല സ്ക്രാമ്പിൾഡ്, എഗ് ചോയ്സ്, ബോയിൽഡ് എഗ് 3. അങ്ങനെ മുട്ട കൊണ്ട് പലതരം വിഭവം, പുഴുങ്ങിയിട്ട് അതിൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം 1000 ഏറ്റവും മിനിമമാണ് ഇവിടെ ചിലവാകുന്ന മുട്ടയുടെ എണ്ണം. കമൻസ് വെക്കാനായിട്ടുള്ള ബുക്സ് തന്നെ ധാരാളം ഉണ്ട് ഇവിടെ. പല പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ, പല പല ആൾക്കാർ വരുന്നവരെല്ലാം അവരുടെ ലാംഗ്വേജിലും ഒക്കെ ഇതിനെക്കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. എഗ്സ് ഡെലീഷ്യസ്, സീ യു ടുമോറോ, ഇങ്ങനെ നമുക്ക് വായിക്കാവുന്ന ലാംഗ്വേജും ഉണ്ട്, വായിക്കാൻ പറ്റാത്തതുണ്ട്. യമ്മി, ഇതൊക്കെ പല പല ലാംഗ്വേജസിൽ കമൻസ് എഴുതിയിട്ട് പോയിരിക്കുന്നതാണ് ഇവിടെ വന്നിട്ടുള്ള വിസിറ്റേഴ്സ്. ചൈനീസ് ഉണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 1-2 ഐറ്റംസ് കാണാം ഓംലെറ്റ് ഷോപ്പിൻ്റെ എന്തൊക്കെയാണ് അവർ കൊടുക്കുന്നത്. 1-2
കഴിക്കാൻ പറ്റും. കണ്ടല്ലോ, ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നു. അപ്പോൾ ഇതിനകത്ത് മയണീസും ചീസും കൂടി ഉള്ളൊരു മിക്സ്, ക്രീം ചീസ് സോഫ്റ്റ് ചീസ്, എനിക്കൊരു ചീസ് ബ്രെഡാണ്, അതിൻ്റെ കൂടെ മയണീസും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കാര്യമാണ് ക്വാണ്ടിറ്റി ചെയ്തത്. ഇതാണ് ഇവിടുത്തെ മസാല ചീസ് ഓംലെറ്റ്. ഇതാണ് പരിപാടി. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം. സംഭവം കൊള്ളാം. ചീസ് മയോണൈസ് മിശ്രിതത്തിൻ്റെ ആ ഫില്ലിങ്ങും കൂടി ഉള്ളതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ടേസ്റ്റായിട്ട് ചെയ്തത്. അപ്പോൾ ഇത് വളരെ സ്പെഷ്യൽ തന്നെയാണ്. കാരണം ഇത്രയും ചെറിയൊരു കടയിൽ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് മയോണൈസും ചീസും ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഓംലെറ്റ് ഒക്കെ ചെയ്ത് തരാൻ നമുക്ക് അതിശയം തന്നെയല്ലേ ഒരു മാർക്കറ്റ് ഏരിയയിൽ. ഈ ഷോപ്പ് 1974 1974 സ്റ്റാർട്ട് ചെയ്തത്. 1974. പിന്നെ ലോൺലി പ്ലാനറ്റിലൊക്കെ ഇത് ഫീച്ചർ ചെയ്ത് വന്നത് ദാറ്റ് ഈസ് ഇൻ 1999. അത് കഴിഞ്ഞിട്ടാണ് ഇത്ര വൈഡ് പബ്ലിസിറ്റി ആയത്. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ അവിടെ എല്ലാവരും വരുന്ന ഒരു സ്ഥലമായി മാറിയത്. പക്ഷേ ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഇടയിൽ അന്ന് തൊട്ടേ 74 തൊട്ടേ ഇത് ഭയങ്കര പോപ്പുലറാണ്. ഇതേ പുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് മുട്ട. അതിങ്ങനെ പുഴുകിയ മുട്ടയിൽ പെപ്പറും അതും ഇതൊക്കെ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് പലതരം ഓംലെറ്റ്സ് കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏരിയ. ആൻഡ് ഹൗ മച്ച് ഡു യു ചാർജ്? 40 40 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ചാർജ് മോശമില്ല, അത്യാവശ്യം ചാർജ് ഉണ്ടെന്ന് പറയാം. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതുകൊണ്ട് ഒരാളുടെ വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ 40 രൂപയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെല്ലാം ഇപ്പോൾ കച്ചോറിയും സമോസയൊക്കെ കഴിച്ച് നടക്കുമ്പോഴും ബാക്ക് പാക്കേഴ്സായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് ഈ പലതരം ഓംലെറ്റ്സ് കഴിക്കും. ബ്രെഡ് ഓംലെറ്റ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ സ്പെഷ്യൽ ഓംലെറ്റ് ഷോപ്പ് ഓംലെറ്റ് മാനിനെ നമ്മൾ കണ്ടു. സർദാർ മാർക്കറ്റിൻ്റെ കോട്ടയോട് ചേർന്ന് അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കോട്ടയുണ്ട്, ഒരു ഗേറ്റ് വേ, അതിനോട് ചേർന്നിരിക്കുന്ന കട ഓംലെറ്റ് മാൻ. സർദാർ മാർക്കറ്റിലെ മറ്റൊരു സ്പെഷ്യൽ ഷോപ്പാണ്. ഇതൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കടകളാണ്. അതായത് ഇതൊരു ചായക്കടയാണ്. ലക്ഷ്മി ഹോട്ടൽ എന്നാണ് പറയുന്നത്. ഇവിടെ ചായ മാത്രമേ ഉള്ളൂ. ഒരു പാത്രത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് തേയില വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഒരു പാത്രത്തിൽ പാലിങ്ങനെ തിളച്ചു. ഓർഡർ അനുസരിച്ചിട്ട് രണ്ടും കൂടി കെറ്റിലിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ഇവിടെ കവറിലാണ് ചായ വാങ്ങിയിട്ട് ആൾക്കാർ പോകുന്നത്. കവറിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ഗ്ലാസ് കൊടുക്കും. ഇവിടുത്തെ ടീ വളരെ സ്പെഷ്യലാണ്. വെളുപ്പിന് 4 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഈ കട ഓപ്പണാണ്. ഒരു ദിവസം 4000 ചായ വരെ പോകുന്ന കടയാണ്. പാലിങ്ങനെ
കുറുകി ഇതാ ഇങ്ങനെ കിടക്കുകയാണ്. അത് രണ്ടിൻ്റെ ചൂട് ഒരുപോലെയാണ് നിൽക്കുന്നത്. അതാണ് രണ്ടിൻ്റെ മിക്സിങ് വളരെ കറക്റ്റായിട്ട് നടക്കുന്നത്. ഈ ചെറിയ കപ്പിൽ കുടിക്കുകയാണെങ്കിൽ 6 രൂപയുള്ളൂ, വലിയ കപ്പിൽ 10 രൂപ. കണ്ടില്ലേ ഇങ്ങനെ ചൂല് പോലെയുള്ള കാര്യങ്ങളുണ്ടാക്കും. ഇതൊന്നും കൂടാണ്ട് കണ്ടില്ലേ ഏണി, പലതരം ഏണികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാ റോ മെറ്റീരിയൽസ്, അതായത് മുള കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് മുളയുടെ ഏത് ടൈപ്പ് മുള വേണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ വന്നാൽ മതി. അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിക്കാം, പിന്നെ അതിൻ്റെ റോ മെറ്റീരിയലായിട്ട് വാങ്ങിക്കാം. ഏത് സൈസ്, ഏത് നീളം, എത്ര വണ്ണം, എങ്ങനത്തെ ടൈപ്പ് മുള വേണം, അതെല്ലാം ഇവിടെ വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. കണ്ടില്ലേ ഇത് മുഴുവനൊരു ബാംബു മാർക്കറ്റാണ് ഈ ഭാഗം മൊത്തമായിട്ട്. ഇത് കംപ്ലീറ്റ് ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്, അതിൻ്റെ കൂടെ ബാംബുവും ഉണ്ട്.